ഈ ഹോട്ടലുകളിൽ കയറരുത്, വയറിളകിച്ചാകും. തിരുവനന്തപുരത്ത് ഒരു ദിവസം നിരവധി പേരാണ് പല കാര്യങ്ങൾക്കായി വന്നു പോകുന്നത്. അന്യ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേരാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പ്രധാനമായും സെക്രട്ടേറിയറ്റിലേക്കാണ് ഒരു വലിയ വിഭാഗം എത്തുന്നത്. അവിടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി വകുപ്പ് തല ഇടപെടലിന് വേണ്ടിയിട്ടൊക്കെ നേരിട്ട് ഹാജരാകുന്ന നിരവധി പേരുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ തന്നെ കോൺട്രാക്ടർമാരുണ്ട്. അങ്ങനെ നിരവധി പേർ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു വലിയ വിഭാഗം ദിവസേന തിരുവനന്തപുരത്തേക്ക് വരുന്നത്. മറ്റൊരു വിഭാഗം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള ക്ഷേത്ര ദർശനത്തിനായി വരുന്നവരുണ്ട്. അവർ വേറൊരു ഭക്തി ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് പല ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ വലിയൊരു വിഭാഗം ഓരോ ദിവസവും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. ഇനി വേറൊരു വിഭാഗം കോവളം പോലുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് എത്തുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനായി അന്യ സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കോവളത്തിലേക്ക് നിരവധി പേരാണ് ആഭ്യന്തര ടൂറിസ്റ്റുകളായി വരുന്നത്. അതിൽ മലയാളികളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് വരുന്നവരുടെ കണക്കുകൾ ആയിരക്കണക്കിന് പേരാണ് ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിരവധി ഹോട്ടലുകൾ ഉണ്ടാകുമല്ലോ. ഇത്രയും പേർ വരുന്നത് കൊണ്ട് കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന നിരവധി ഹോട്ടലുകളുണ്ട്. എന്നാൽ ഈ പല ഹോട്ടലുകളിലും പുതിയതായിട്ടുള്ളവയും പഴയ ഹോട്ടലുകളിലും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം നഗരസഭയുടെ ക്ലീൻ മാനേജർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ചേർന്ന് വി രാജേഷിൻ്റെ, അതായത് നഗരസഭാ അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഒരു റെയ്ഡ് നടത്തുകയുണ്ടായി. ആ റെയ്ഡിൽ 42 ഹോട്ടലുകൾക്കാണ് നോട്ടീസ് നൽകിയത്. വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടുകൾ, അതേപോലെ തന്നെ കൃത്യമായ മാനദണ്ഡം പാലിക്കാത്തതിൻ്റെ പേരിൽ 45 ഹോട്ടലുകൾക്ക് നിർദ്ദേശം നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു. ഏതാണ്ട് 57,000-ത്തിലധികം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച്. എന്നാൽ 7 ഹോട്ടലുകൾ പരിശോധിച്ചപ്പോൾ അവിടെ വളിച്ച് പൊളിച്ച് പഴകിയ, ആഴ്ചകളോളം പഴകിയ പുഴുവരിച്ച ഭക്ഷണം കണ്ടെത്തി. ആ ഹോട്ടലുകളുടെ പേര് മേയർ തന്നെയാണ് വെളിപ്പെടുത്തിയത്. 7 ഹോട്ടലുകളാണ് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നത്. ആ ഹോട്ടലുകൾ ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന് ശാസ്തമംഗലത്തുള്ള ന്യൂ ആനന്ദപുരി ഫാസ്റ്റ് ഫുഡ്, രണ്ടാമത് ബേക്കറി ജംഗ്ഷനിലുള്ള ഹോട്ടൽ പങ്കായം, മൂന്നാമത് മണക്കാടുള്ള അൽ ഹസൻ ബജറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ്, 4 മണക്കാട്ടുള്ള അറേബ്യൻ മസാല, 5 മണക്കാട്ട് തന്നെയുള്ള സൈത്തൂൺ ഹോട്ടൽ, 6 മണക്കാട്ട് തന്നെയുള്ള പൊറോട്ട ഹട്ട്, 7 കോവളത്തുള്ള പ്രിയ സമുദ്ര ഹോട്ടൽ. ഈ ഹോട്ടലിൽ നിന്നാണ് വളിച്ചു പുഴുക്കി നാറിയ ഭക്ഷണം പിടിച്ചെടുത്തത്. ഈ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച ഉറപ്പാണ് നമുക്കൊന്നുകിൽ വയറിളക്കം വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറാരോഗം വരും. കാരണം അത്ര പുളിച്ചു പഴകിയ, നശിച്ച് പട്ടി പോലും തിന്നാത്ത ആഹാരമാണ് ഇവർ നമ്മുടെ വലിയ തുക ഈടാക്കിക്കൊണ്ട്, നമ്മുടെ ഭാഗത്തു നിന്നും വലിയ തുക ഈടാക്കിക്കൊണ്ട് നമുക്ക് തരുന്നത്. വളിച്ച് പുഴുത്ത് പുഴുവരിക്കുന്ന ഈ ഭക്ഷണം ചൂടാക്കിക്കൊണ്ട് തരുന്ന ഇത്തരം ഹോട്ടലുകളെ എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പറയുന്ന ഭരണാധികാരികൾ മാറിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. രാജേഷിന്റെ, അതായത് തിരുവനന്തപുരം നഗരസഭാ മേയറായിട്ടുള്ള രാജേഷിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് പലയിടത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ തന്നെ നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് ഹോട്ടൽ ഉടമകളുമായിട്ടൊക്കെ ഞങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതാ സ്ഥലങ്ങളിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരുൾപ്പെടെയുള്ളവർ ആരോഗ്യപരിപാലന രംഗത്ത് നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നിട്ടും ചില ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്, വിതരണം ചെയ്യുന്നതെന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കാത്തിരിക്കാൻ വേണ്ടി തയ്യാറല്ല. ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 95 സ്ഥാപനങ്ങളിലാണ് ക്ലീൻ സിറ്റി മാനേജർമാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന 100 കണക്കിന് ജീവനക്കാർ പല സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധനയ്ക്ക് ഇറങ്ങിയത്. 95 സ്ഥാപനങ്ങളിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ 95 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 48 സ്ഥാപനങ്ങളിൽ നിന്നും
പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതായിട്ടും ഉള്ള വിവരം അവർക്ക് ലഭിച്ചു. അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 48 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 57,500 രൂപ പിഴയായിട്ട് ഈടാക്കി. അതോടൊപ്പം തന്നെ 7 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരിവിടെ ഹാജരായി അടുത്ത നടപടികളിലേക്ക് കടക്കും. അപ്പോൾ ഇനിയും ശക്തമായ റെയ്ഡുണ്ടാകും. തട്ടുകടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തട്ടുകടകൾക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട് എല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ട്. ഇനി രാത്രികാലങ്ങളിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏതൊരു ഹോട്ടലും, അതിലൊരു കാര്യം ഞങ്ങൾ അടിവരായിട്ട് പറയുന്നു, മുഖം നോക്കാതെയുള്ള നടപടി. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകൾ സ്വാധീനിച്ചുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ അവർ ഹോട്ടൽ പൂട്ടാൻ തയ്യാറാകണം. ഒരു കാരണവശാലും ആരോട് ഒരു കോംപ്രമൈസും ഇല്ല. മുഖം നോക്കാതെയുള്ള നടപടികൾ, ശക്തമായ നടപടികൾ. പാളയം മാർക്കറ്റിൽ ഏതു തരത്തിലുള്ള നടപടിയാണോ സ്വീകരിച്ചത് അതുപോലെ അതിനേക്കാൾ ശക്തമായുള്ള നടപടി സ്വീകരിക്കും. ഉദ്യോഗസ്ഥർ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. അതിനുള്ള തീരുമാനമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ് ശാസ്തമംഗലം, ഹോട്ടൽ പങ്കായം ബേക്കറി ജംഗ്ഷൻ പാളയം, അൽ ഹസൻ ബജറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് മണക്കാട്, അറേബ്യൻ മസാല മണക്കാട്, പെറോട്ട ഹട്ട് മണക്കാട്, സൈറ്റൂൺ ഹോട്ടൽ മണക്കാട്, പ്രിയസമുദ്ര ഹോട്ടൽ കോവളം, ഇത്രയും ഹോട്ടലുകൾക്കാണ് ഇപ്പോൾ നോട്ടീസ് ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. അതിൻ്റെ നടപടികൾ നേരിടുന്ന ഇത്രയും സ്ഥാപനങ്ങളാണ്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ ചെയ്ത സ്ഥാപനങ്ങളാണ്. രാത്രിയും പകലും ഇനിയും തുടരും. ചിലരൊക്കെ തന്നെ വൈകുന്നേരം മാത്രം ഈ പരിപാടിയുള്ളവരുണ്ടല്ലോ, അവിടെ വൈകുന്നേരം സ്പെഷ്യൽ സ്ക്വാഡ് ഇറങ്ങും. അപ്പോൾ യൂണിഫോമിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സജ്ജരായിട്ടുണ്ട്. 48 സ്ഥലങ്ങളിലാണ് ന്യൂനതകൾ കണ്ടെത്തിയത്. 7 സ്ഥലങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം ന്യൂനതകൾ 48 കണ്ടെത്തി. അത് ചിലപ്പോൾ അവിടെ വൃത്തിയില്ലാത്ത അന്തരീക്ഷമായിരിക്കാം. വെള്ളം, പ്ലാസ്റ്റിക് പഴകി, അതോടൊപ്പം തന്നെ ചൂടുവെള്ളം കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ച വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് പകുതി തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കും കുറച്ച് വെള്ളം, എന്നിട്ട് ബാക്കി പച്ചവെള്ളം ഒഴിക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് 48 സ്ഥലം കണ്ടെത്തിയത്. വൃത്തിഹീനമായ അന്തരീക്ഷമൊക്കെ. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളുള്ളതിൽ 7 സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിടം ചിക്കൻ ഇവരെ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോഴേക്കും എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി പരിശ്രമം നടത്തി. ഇന്നലത്തെ മെനിങ്ങാത്ത ചിക്കനാണ്. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ പിടിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും. മുഖം നോക്കാതെ നടപടികൾ ഏത് സ്റ്റാർ ഹോട്ടലായാലും പരിശോധന ശക്തമാക്കും. രാജേഷ്, ഇപ്പോൾ ഈ പറയുന്ന മൈക്കിന്റെ മുന്നിൽ വന്ന് പറയുന്നത് പോലെ എത്രയോ നഗരസഭാ അധ്യക്ഷന്മാർ ഇതേപോലെ ഹോട്ടലിലെ റെയ്ഡുകൾ നടത്തി ഇങ്ങനെ ഹോട്ടലിലെ പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുക്കുകയും ഇത്തരത്തിൽ വാർത്താമാധ്യമങ്ങളോട് സംസാരിക്കുകയും അതിന്റെ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചറിയാം, എല്ലാ മേയർമാരും എല്ലാ തവണയും ഇത്തരത്തിൽ റെയ്ഡുകൾ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ റെയ്ഡ് ഇവിടം കൊണ്ട് തന്നെ തീർന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഹോട്ടൽ മേഖലയിൽ നിരവധി സംഘടനകളുണ്ട്. അവർ സംഘടിത ശക്തികളാണ്. അവർ രണ്ടാമതോ മൂന്നാമതോ ഒരു റെയ്ഡ് നടത്തുമ്പോൾ സംഘടിച്ചുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മാറും. ഞങ്ങളുടെ ഈ ഹോട്ടൽ വ്യവസായങ്ങളെ തകർക്കാനുള്ള സർക്കാരിൻ്റെയും അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയും ആസൂത്രിത നീക്കമെന്നാണ് ഇവർ പരമ്പരാഗതമായി ഈ റെയ്ഡുകൾക്കെതിരെ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത്. അങ്ങനെ പരമ്പരാഗതമായി തന്നെ ഇങ്ങനെ ഒരു വാദമുണ്ട്. രണ്ടാമത്തെ റെയ്ഡ് നടക്കുമ്പോഴേക്കും ഈ ആൾക്കാർ, ഈ അസോസിയേഷൻ്റെ ആൾക്കാർ വെള്ളക്കുപ്പായം ഇട്ട് വന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയും, ഈ ഹോട്ടൽ വ്യവസായത്തെ തകർക്കാനാണ് കോർപ്പറേഷൻ്റെ നീക്കം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നീക്കം, ആരോഗ്യവകുപ്പിൻ്റെ നീക്കം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴേ പാടുപെടുന്നതാണ്. ഈ ഹോട്ടൽ വ്യവസായം ആകെ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ റെയ്ഡുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ സഹിക്കും തുടങ്ങിയിട്ടുള്ള സ്ഥിരം ഡയലോഗുകളുമായി ഇതാ ഇപ്പോൾ നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. അടുത്ത 1-2 റെയ്ഡുകൾ നടക്കുമ്പോൾ ഈ ഇവറ്റകൾ ഈ ഖദർ കുപ്പായവും തുന്നി പോക്കറ്റിൽ ഡയറിയും വെച്ച് ഒരു പേനായും വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അസോസിയേഷനുകളെ വകവെക്കാതെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് വീണ്ടും റെയ്ഡുകൾ നടത്തി നമ്മളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ എത്രത്തോളം വിൽ പവർ, ഇച്ഛാശക്തി ഈ പറയുന്ന
മേയർക്കും ആരോഗ്യ വിഭാഗത്തിനും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത്. അവർക്ക് അങ്ങനെ ഉണ്ടാകുമോ? അത്തരം ഒരു ഇച്ഛാശക്തി അവർക്കുണ്ടാകുമോ? ഇത്തരം തുക്കട അസോസിയേഷനുകൾ വന്ന് സർക്കാരിനെയും കോർപ്പറേഷനെയും വിരട്ടുകയാണ്. ഈ ഹോട്ടൽ രംഗത്തെ മുഴുവൻ നിങ്ങൾ തകർക്കാൻ പോകുന്നു. അങ്ങനെയാണ് ഇവർ റെയ്ഡുകളെ ചേർക്കുന്നത്. അങ്ങനെ അവരുടെ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല, ഞങ്ങൾ ഏറ്റെടുക്കാതെ നിങ്ങളുടെ എത്ര ഭീഷണിക്ക് മുന്നിലും വഴങ്ങാതെ, എന്തെല്ലാം തരത്തിലുള്ള ഭീഷണി ഉണ്ടെങ്കിലും അതിനൊന്നും വഴങ്ങാതെ ഞങ്ങൾ റെയ്ഡുമായി തന്നെ മുന്നോട്ട് പോകും എന്ന് പറയാനുള്ള ആർജവവും അത് നടപ്പിലാക്കാനുള്ള ആർജവവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ റെയ്ഡുകൾ കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ 7 റെസ്റ്റോറൻറ്റുകൾ പഴികേൽക്കും, അവരിലേക്ക് മാത്രമായി ഇതൊതുങ്ങും. മീഡിയ അധികം റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഇത്തരം ഈ റെയ്ഡുകൾ നടക്കുമ്പോൾ ഹോട്ടലുകളുടെ പേര് പല പ്രമുഖ ഹോട്ടലുകളിലും എന്ന് മാത്രമാണ് പറഞ്ഞ് മീഡിയകൾ അവസാനിപ്പിക്കുന്നത്. ഹോട്ടലുടെ പേര് പറയാൻ മീഡിയകൾക്ക് മടിയാണ്. പക്ഷേ ഇപ്പോൾ രാജേഷ് പേര് പറഞ്ഞിരിക്കുന്നു, നല്ല കാര്യമാണ്. അടുത്ത തവണ റെയ്ഡ് നടക്കുമ്പോൾ എന്നുള്ള കാര്യം കണ്ടറിയണം. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള തുക്കുട സംഘടന വിരട്ടൽ കാരണം റെയ്ഡ് തുടർച്ചയായി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവർ സൃഷ്ടിക്കും. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് ഇത്തരം റെയ്ഡ് നടത്തിയാൽ തീർച്ചയായും ആരോഗ്യ വകുപ്പിനും കോർപ്പറേഷനും കയ്യടി കിട്ടും. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇത് സംസ്ഥാന വ്യാപകമായി തന്നെ നടത്തേണ്ടതാണ്. എത്ര ഹോട്ടലുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ദിവസം പൊട്ടിമുളയ്ക്കുന്നത്? ഇവിടൊക്കെ വിളമ്പുന്ന സാധനങ്ങൾ എന്താണ്? അധികം വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവരെന്താണ് ചെയ്യുന്നത്? നശിപ്പിച്ച് കളയുകയാണോ അതോ വീണ്ടും ഫ്രീസ് ചെയ്ത് എണ്ണയെ ചൂടാക്കി നമുക്ക് തരികയാണ് ചെയ്യുന്നത്? ഇത് തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലും ഓരോ ഗ്രാമപഞ്ചായത്തുകളടക്കം പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ മാറാ രോഗങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ മഴക്കാലം. അവിടെ വളിച്ച് പൊഴുത്ത ഈ പറയുന്ന ഭക്ഷണം നമുക്ക് നൽകിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നാമത് കേരളത്തിൽ മാറാ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഹോട്ടലുകളുടെ വളിച്ച ഭക്ഷണം നമുക്ക് നൽകുന്ന നടപടികൾ തുടരുന്നത്. ആ നടപടികളെ അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് കേരളമാകെ ഇത്തരത്തിൽ മാസം തോറും കഴിയുന്നെങ്കിൽ എല്ലാ മാസവും റെയ്ഡ് നടത്തണം. ഈ പറയുന്ന നേതാക്കന്മാരുടെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവന്മാരോട് പോകാൻ പറഞ്ഞുകൊണ്ട് കൃത്യമായി ജനങ്ങളുടെ ആരോഗ്യമാണ് ഇവിടെ രക്ഷ, നേതാക്കന്മാരുടെ വിരട്ടലല്ല. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തിലും ഇത്തരം മാസാമാസങ്ങളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ സ്ക്വാഡ് ഇറങ്ങി പരിശോധിക്കണം, സത്യസന്ധമായി പരിശോധിക്കണം. കൈക്കൂലിയൊക്കെ വരും, അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് നല്ല നട്ടലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിർത്തിക്കൊണ്ട് റെയ്ഡ് നടത്തിയാൽ ഇവിടുത്തെ കേരളത്തിലെ ആ ഹോട്ടൽ രംഗം ശുചിയാകും, നമുക്ക് കൃത്യമായ ഭക്ഷണം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാകും. ഒരു തരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാകും. നമ്മളുടെ ആരോഗ്യമാണ് വലുത്. അതുകൊണ്ട് ഇത്തരം റെയ്ഡുകൾ തുടർന്നേ മതിയാവുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.